ആറന്മുളയിൽ അബി വർക്കി മുന്നിൽ നിൽക്കുന്നു. ക്രൈസ്തവ വോട്ടുകൾ ഏത് രീതിയിൽ അത് വിഭജിച്ചു പോയിരിക്കുന്നു എന്നതൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്താണ് സംഭവിക്കുന്നത് സംസ്ഥാനത്ത് 4 ഇടത്ത് NDA മുന്നിട്ട് നിൽക്കുന്നു. അതിലൊന്ന് കാസർഗോഡാണ്, മറ്റൊന്ന് മഞ്ചേശ്വരം, കഴക്കൂട്ടം എന്നിങ്ങനെയാണ് NDAയുടെ ലീഡ് വരുന്നത്. 4ാമതൊരു സീറ്റ് കൂടി NDA മുന്നിട്ട് നിൽക്കുകയാണ്. മോൻസ് ജോസഫ് മുന്നിട്ട് നിൽക്കുകയാണ്. വൈക്കത്ത് പി പ്രദീപ് 132 വോട്ടിന് LDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്ന സൂചനകൾ. കരുനാഗപ്പള്ളിയിൽ CR മഹേഷിന്റെ കയ്യിൽ സുരക്ഷിതമാണ്. ചേലക്കരയിൽ UR പ്രദീപ് മുന്നിട്ട് നിൽക്കുന്നു. 60-67 എന്ന റേഞ്ചിലാണ് LDF UDF ആ ചാർട്ടുകളിലെ വ്യത്യാസം. ശിവൻകുട്ടി മുന്നിൽ തന്നെയാണ്. നേരിയ വോട്ടുകൾക്കാണ് 10, 14, 20, 24 ആ റേഞ്ചിലാണ്. എങ്കിൽ കൂടിയും ശിവൻകുട്ടി മുന്നിലാണ്. കാസർഗോഡ് അശ്വിനി തന്റെ ആ നേരിയ മുന്നേറ്റം തുടരുന്നു എന്ന സൂചനകൾ തന്നെയാണ്. 64 ഹരിപ്പാട് രമേശ് ചെന്നിത്തല സ്വാഭാവികം നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. കായംകുളത്ത് M ലിജുവിന് ലീഡ് ഉണ്ട് 45 വോട്ടുകൾക്ക്. അമ്പലപ്പുഴയിൽ അത് എടുത്തെടുത്ത് പറയേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തുല്യ നിലയിലൊക്കെ വരുന്നു. ഗണേഷ് കുമാർ വീണ്ടും ലീഡ് എടുത്തിരിക്കുന്നു. 61 വോട്ടുകൾക്ക് അദ്ദേഹം പോസ്റ്റൽ ബാലറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ 25 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. 93 വോട്ടുകൾക്ക്. മാവേലിക്കരയിൽ MS അരുൺകുമാർ 58 വോട്ടിന് മുന്നിൽ നിൽക്കുന്നു. ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ സുവ്യക്തമായ ഒരു ലീഡ് അദ്ദേഹം അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആളുകൾക്കേറെ പ്രിയങ്കരനായ മന്ത്രിയാണ്, ചെങ്ങന്നൂരിന്റെ സ്വന്തം മന്ത്രിയാണ് സജി ചെറിയാൻ. പാലായിൽ മാണി സി കാപ്പൻ, ഒരുപക്ഷെ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ നമുക്കറിയാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. പാലായിൽ മാണി സി കാപ്പൻ ഒരുപാട് പേർ ബെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ജോസ് കെ മാണിയാണോ മാണി സി കാപ്പനാണോ ജയിക്കുന്നത്? നമ്മുടെ ഓഫീസിൽ തന്നെ ഒരുപാട് പേര് ബെറ്റ് വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ അറിയാം എന്തായാലും കൃത്യമായി. വൈക്കത്ത് പി പ്രദീപ് LDF, ഏറ്റുമാനൂരിൽ VN വാസവൻ LDF മുന്നിൽ നിൽക്കുന്നു. പക്ഷേ ചവറയിൽ ഷിബു ബേബി ജോൺ ഒട്ടും പിന്നിലല്ലാതെ പതറാതെ നിൽക്കുന്നു. ആ ഒരു 10 വർഷത്തെ ഇടവേള അത് അദ്ദേഹം കൃത്യമായി തന്നെ മണ്ഡലത്തിൽ എങ്ങനെ മുതലാക്കി. ആറന്മുളയിൽ അബിൻ തുടരുന്നു എന്ന സൂചനയാണ്. വീണ ജോർജിന് തിരിച്ചടിയാകുമോ എന്നത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഈ നോക്കുകയാണെങ്കിൽ പോസ്റ്റൽ ബാലറ്റുകളിൽ ഒരു UDF ട്രെൻഡ് കോട്ടയത്ത് പൊതുവെയുണ്ട്. കോട്ടയത്ത് UDFന് ഒരു കൃത്യമായ മേൽക്കൈ പോസ്റ്റൽ ബാലറ്റുകൾക്കുണ്ട്. NDAക്ക് ഈ പോസ്റ്റൽ ബാലറ്റുകളിൽ ഒരു മികച്ച തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത്. NDA നിലവിൽ 5 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പോസ്റ്റൽ ബാലറ്റുകളിൽ സാധാരണഗതിയിൽ സംഭവിക്കാത്തതാണ്. 5 ഇടത്ത് NDA മുന്നിട്ട് നിൽക്കുന്നു. ചർച്ച ചെയ്യപ്പെട്ട ഒരു ചിത്രമാണ് പെരുമ്പാവൂരിലെ മനോജ് മൂത്ത്. എൽദോസ് കുന്നപ്പള്ളി അവസാന നിമിഷം വരെ സീറ്റിന് വേണ്ടി അപേക്ഷിച്ചതാണ്, ഹൈക്കമാൻഡ് വരെ പോയതാണ്. പക്ഷേ മനോജ് മൂത്തേടനാണ് അവിടെ ചാൻസ് വന്നത്. മനോജ് മൂത്തേടൻ മുന്നിൽ നിൽക്കുന്നു എന്ന വാർത്തയാണ്. സംസ്ഥാനത്തെ ചിത്രം നോക്കൂ. 62 ഇടത്ത് LDF, 67 ഇടത്ത് UDF, 5 ഇടത്ത് NDA. അതായത് ഇഞ്ചോടിഞ്ച് മത്സരം പോസ്റ്റൽ ബാലറ്റുകളിൽ നടക്കുന്നു. ഒരുപക്ഷെ വോട്ടിംഗ് മെഷീനിലേക്ക് കടക്കുമ്പോഴും ഇതേ അവസ്ഥയാണെങ്കിൽ തൂക്ക് നിയമസഭ എന്നൊക്കെ പറയുന്ന ഒരു ഘട്ടത്തിലേക്ക്